കേരളത്തിലുള്ളതുപോലെ ഹോസ്പിറ്റൽ മറ്റേത് സ്റ്റേറ്റിലാണുള്ളത്? കേരളത്തിൽ നിരവധി ഹോസ്പിറ്റല് ദിവസേന ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ കോഴിക്കോട് അടുത്തുള്ള ബേബി നാഷണൽ ഹോസ്പിറ്റല്, ആസ്റ്റർ മിംസ്, നിരവധി ഹോസ്പിറ്റൽ വീണ്ടും 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 വലിയ വലിയ ഹോസ്പിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സാമ്പത്തികമായിട്ട് അതുകൊണ്ട് പ്രയോജനം ഇല്ലാതുണ്ടെങ്കിൽ അത്ര ഉണ്ട്. എന്നാൽ വേറൊരു കാര്യമുണ്ട്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരവധി സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ അവരെയൊക്കെ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നാസർ സാധാരണ രോഗികളെ സർക്കാർ ഹോസ്പിറ്റലിൽ മാത്രം കൊണ്ടുവന്നാണ് അതൊരു പതിവ് ഹോബിയാക്കി മാറ്റിയാണ്. തീർച്ചയായും. എന്താ അതിന്റെ ലക്ഷ്യം? ഈ കിഡ്നി ലിവർ മാറ്റിവെക്കൽ കേസ്, കിഡ്നി മാറ്റിവെക്കൽ 2000 മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. അതിനുശേഷം ഇപ്പൊ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കിഡ്നി ലിവർ മാറ്റിവെക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ട്. ഈ സൗകര്യങ്ങൾ പുറത്തെ ആളുകൾക്ക് അറിയാമോ? അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ കാരണം. എറണാകുളം ജനറൽ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. അതായത് ഈ നമ്മുടെ 24-ല് പരസ്യമൊക്കെ അത്യാവശ്യമാണ്. എന്നാൽ പോലും സർക്കാർ ആശുപത്രികൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് നമ്മളെ അറിയിച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അല്ല വേറെ അതല്ല, ഉണ്ടല്ലോ. അത് മാത്രമാണോ? ഈ കേരളത്തിന് പുറത്തുള്ള ജിഗ്മർ ഹോസ്പിറ്റലിൽ കിഡ്നിയും ലിവറും പിന്നെ പാങ്ക്രിയാസും ഒക്കെ, പാങ്ക്രിയാസ് അല്ല കിഡ്നിയും ലിവറും മജ്ജയും ഒക്കെ മാറ്റി വയ്ക്കുന്നില്ലേ? സായിബാബ ഹോസ്പിറ്റലിൽ ജന്മന ഹാർട്ടിന് അസുഖമുള്ള കുട്ടികൾക്ക് അവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് അടക്കം ഫ്രീ ആണ്. വേറെ ഒരു ചികിത്സയും ചെയ്യാതെ ഹാർട്ടിന് അസുഖമുള്ള കുട്ടികളെ നേരിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് അടക്കം. സർക്കാർ ഡിപ്പാർട്ട്മെന്റുമാണ്. ഒരുപാട് അനാസ്ഥകളുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.